മാഘമഹോത്സവത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല. കാരണം അങ്ങനെ ഒരു അനുഭൂതിയായിരുന്നു അത്. നമുക്ക് നമുക്ക് വേറെ വാക്കുകളിൽ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ മറന്നുപോയി, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതായത് നമ്മൾ പറയുമല്ലോ, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം എന്നൊക്കെ പറഞ്ഞാൽ ഏത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ആനന്ദമെന്ന് അറിയില്ല. പക്ഷേ അവിടെ പോയവരെല്ലാവരും ആ പുരിമണലത്ത് പുരിവെയിലിൽ ഒക്കെ നിന്നിട്ടും നടന്നിട്ടുമൊക്കെ ആണെങ്കിലും ശരി, അവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു സച്ചിദാനന്ദം അല്ലെങ്കിൽ ആ ആനന്ദം, ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആനന്ദം കോരി നിറച്ചുകൊണ്ടാണ്, ആ നീളാസ്നാനത്തിൻ്റെ കുളിർമ അനുഭവിച്ചുകൊണ്ടാണ് അവരെല്ലാവരും തിരിച്ചു വന്നത്. ചിലരെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. പക്ഷേ അവരാണ് ശരിക്കും ഇങ്ങനെയുള്ള ഏത് ഒത്തുചേരലിൻ്റെയും ശരിക്കും അവരെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. നമ്മളുടെ സേവാഭാരതി പ്രവർത്തകർ ആ ഭക്ഷണം വിളമ്പുന്നിടത്താണെങ്കിലും എവിടെയാണെങ്കിലും ജാഗരൂകരായിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ട് എവിടെയാണെങ്കിലും പാഞ്ഞു വരുന്ന നമ്മുടെ ആ സഹോദരങ്ങൾ, അതുപോലെ തന്നെ അവിടെ അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു. ഇന്ന് തന്നെയല്ല, ഈ സേവന സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ പെയ്ഡായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമുക്കെല്ലാം നടത്തിക്കാൻ പറ്റും. അങ്ങനെ വന്ന ആ എല്ലാ സഹോദരങ്ങളും ആണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കണ്ണികളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലായിടത്തും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ എപ്പോഴും അതെ മാധവസേവ, മാനവസേവ, മാധവസേവ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് എപ്പോഴും എല്ലാ കാലത്തും എല്ലായിടത്തും വന്ന് പ്രവർത്തിക്കുന്ന നമ്മളുടെ സേവാഭാരതി സഹോദരങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. കാരണം ഞാൻ സ്മരിക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഈ സനാതന ധർമ്മത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും അവർ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ നിളാസ്നാനമൊക്കെ കഴിഞ്ഞു, നിള ആരതിയെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ കൂടി നമ്മളെല്ലാവരും ഇതിൽ നിന്നൊക്കെ വിട്ടു. പക്ഷേ ഈ ഒരു ഊർജ്ജം നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഇനിയും നിറയട്ടെ. ഇനിയും നമ്മളുടെ മഹാമണ്ഡലേശ്വർജിയും അമൃതാനന്ദമയി അമ്മയും ഒക്കെ നമ്മൾക്ക് എന്നുമെന്നും നേതൃത്വമായിട്ട് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ എല്ലാം പാദങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണമിക്കുന്നു. വന്ദേ ഭാരതം, വന്ദേ ഭാരതം.